നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു പുരാണ പ്രകാരവും ഗരുഡ പുരാണ പ്രകാരവും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ചില വസ്തുക്കൾ യാതൊരു കാരണവശാലും പുറത്തുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റു വീടുകളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതായത് നമ്മൾ ഈ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കുക വഴി നമ്മളുടെ വീട്ടിലെ മഹാലക്ഷ്മിയെ പടിയിറക്കുകയും നമ്മൾ മൂദേവിയെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിരുത്തുകയും ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കളൊന്നും പുറത്തേക്ക് കൊടുക്കാനോ മറ്റൊരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാനോ നിൽക്കരുത്. അതിന് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും അത്തരം വസ്തുക്കൾ കൊടുക്കുന്നത് അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. ആ വസ്തുക്കളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ ഈ ദോഷം വിളിച്ചു വരുത്തരുത്. ദീർഘിപ്പിക്കുന്നില്ല, ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിത്യവും നമ്മുടെ വീട്ടിൽ തിരി കത്തിക്കുന്ന നിലവിളക്കാണ്. എന്താണ് നിത്യവും കത്തിക്കുന്ന നിലവിളക്കെന്ന് പറയുന്നത്? നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ ഒന്നിലധികമോ നിലവിളക്ക് കാണും. എന്നാൽ നിത്യവും നമ്മൾ തിരി കത്തിക്കുന്ന ഒരു വിളക്ക് കാണുമല്ലോ, ഒരു ചെറിയ വിളക്ക് നമ്മൾ വെച്ചേക്കുമല്ലോ, അതായിരിക്കുമല്ലോ ദിവസവും നിലവിളക്ക് കത്തിക്കുന്നത്. ഈ വിളക്ക് യാതൊരു കാരണവശാലും മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അല്ലെ മറ്റൊരു വീട്ടിൽ ആവശ്യത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ചടങ്ങ് നടക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പം അടുത്ത വീടുകളിലൊക്കെ വിളക്കുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. ആ വിളക്കെന്ന് പറയുന്നത് എപ്പോഴും ഈ നിത്യം കത്തിക്കുന്ന നിലവിളക്കല്ലാതെയുള്ള വിളക്കായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ 3-4 വിളക്ക് കാണും. ആ മറ്റു വിളക്കുകൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു അടുത്ത വീട്ടിലൊരു പൂജ നടക്കുകയാണ്, അവർ വന്ന് വിളക്ക് തരാൻ പറയുന്നു, അവിടെ പൂജയുടെ ആവശ്യത്തിനാണ് കൊടുക്കാൻ പറഞ്ഞാൽ മറ്റു വിളക്കുകൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിത്യവും നമ്മൾ തിരി കത്തിക്കുന്ന, എല്ലാ ദിവസവും തിരി കത്തിക്കാനായിട്ട് നിത്യവിളക്കായിട്ട് വെച്ചിരിക്കുന്ന വിളക്ക് യാതൊരു കാരണവശാലും ഇനി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും ആ നിത്യം തിരി കത്തിക്കുന്ന വിളക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അറിഞ്ഞിരുന്നുകൊണ്ട് ഇനി നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവീടാണ്, അടുത്ത വീട്ടിൽ താമസിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയും അച്ഛനും ആണ് താമസിക്കുന്നത്, തൊട്ടടുത്ത വീട്ടിൽ മകനോ മകളോ ആണ് താമസിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന നിത്യം കത്തിക്കുന്ന നിലവിളക്ക് അവിടെ കൊണ്ടുപോയി അവിടുത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് ആ വീടിന് ദോഷമായിട്ട് വരുന്ന കാര്യമാണിത്. ഇതാണ് ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് ചില ചെടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ പറയുന്ന ചെടികളൊന്ന് കേട്ടോളൂ. മഞ്ഞൾ ചെടി, വേപ്പ്, വേപ്പെന്ന് പറയുമ്പോൾ കറിവേപ്പ് ഉൾപ്പെടും, വേപ്പ്, നെല്ലി, വെറ്റില, ഈ പറയുന്ന ചെടികൾ യാതൊരു കാരണവശാലും പിഴുത് നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടികളാണ്. ഈ ചെടികൾ നമ്മൾ പിഴുത് നൽകുന്നത് നമ്മളുടെ മണ്ണിൽ നിന്ന് മഹാലക്ഷ്മി സാന്നിധ്യം പോകുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത്. മഞ്ഞള്, കറിവേപ്പ്, നെല്ലി, വേപ്പ്, വെറ്റില, ഈ പറയുന്ന ചെടികൾ ഏതെങ്കിലും പറമ്പിൽ നിൽപ്പുണ്ടെങ്കിൽ മറ്റൊരാൾ വന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത്. ഇനി തീരെ നിവൃത്തിയില്ല, കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പൈസ വാങ്ങിയിട്ട്, 1 രൂപയോ 2 രൂപയോ വാങ്ങിയിട്ട് വിലയ്ക്ക് നൽകുന്നതായിട്ട്, അതാവുമ്പം നിങ്ങൾക്ക് ധനം വരുന്നുണ്ട്, ധനത്തിന് നിങ്ങൾ നൽകുന്നതായിട്ട് കൊടുത്താൽ ദോഷമില്ല എന്നുള്ളതാണ്. പക്ഷെ യാതൊരു കാരണവശാലും വെറുതെ പിഴുതു നൽകാനോ മറ്റു ചെടികൾ കൊടുക്കുന്ന പോലെയോ മഞ്ഞൾ ചെടിയും വേപ്പും നെല്ലിയും വെറ്റിലയൊന്നും കൊടുക്കരുത്. ഇതെല്ലാം ദേവസാന്നിധ്യമുള്ള ചെടികളാണ്. എപ്പോഴും ഇത് മനസ്സിലാക്കി വെക്കുക. മഹാലക്ഷ്മി സാന്നിധ്യം ഈ ചെടികളിൽ, ഈ വൃക്ഷങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എള്ള്. പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട ധാന്യമാണ് എള്ള് എന്ന് പറയുന്നത്. ഈ എള്ള് നിങ്ങളുടെ വീട്ടിലുണ്ട്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും എള്ള് മറ്റൊരു ഭവനത്തിലേക്ക് കൊടുക്കാൻ
പാടില്ല എന്നുള്ളതാണ്. കടയിൽ പോയി വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ദാനമായിട്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എള്ള് കൊടുക്കാൻ പാടില്ല. ഇത് പിതൃദോഷം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ പിതൃദോഷത്തെ സ്വീകരിച്ചിട്ട് നമ്മൾ ആ എള്ള് അതിന് പകരമായിട്ട് നൽകപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു പിതൃദോഷത്തെ സ്വീകരിക്കലാണ്. അത് ആ വീട്ടിലെ ഇളമുറക്കാർക്ക് ആ ദോഷം. എന്താ ഇളമുറക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ, കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ളവർക്കാണ് അതിൻ്റേതായ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും എള്ള് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ധനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളുടെ അടുത്ത് പലരും വന്ന് നമ്മളുടെ അടുത്ത് കടം ചോദിക്കാറുണ്ട്. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വകയിൽ നമ്മളുടെ കയ്യിൽ വരുമാനം വന്നു കഴിഞ്ഞാൽ ആ വരുമാനം കിട്ടിയ മുറയ്ക്ക് ആദ്യം തന്നെ അതിനകത്ത് നിന്നൊരു ചെറിയ തുക, ഒരു 10 രൂപയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ചില്ലറ പൈസയെങ്കിലും എടുത്ത് ആ ശമ്പളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒക്കെ അക്കൗണ്ടിലാണ് വരുന്നത്, എനിക്ക് മനസ്സിലാവും. അക്കൗണ്ടിൽ വന്നാലും ശരി, അതിനകത്തുനിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് അല്ലെ ഒരു 10 രൂപ ചില്ലറ മാറി എടുത്തിട്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം മാത്രമേ ആര് ചോദിച്ചാലും കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ്. ആ എടുക്കുന്ന പൈസ ഏതെങ്കിലും ഒരു ദേവന് അല്ലെങ്കിൽ ദേവിക്ക് എല്ലാ മാസവും ആദ്യം സമർപ്പിക്കുക. അതിനുശേഷമേ ഇനി ആര് വന്ന് ചോദിച്ചാലും, ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ EMI അടയ്ക്കുന്നതിന് ചോദിച്ചാലും കടമായിട്ട് ആരെങ്കിലും ചോദിക്കാൻ വന്നാലും ഒക്കെ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതം മാറി മറിയും. പ്രത്യേകിച്ചും വീട്ടിനടുത്ത് അമ്പലത്തിൽ ഗണപതി കോവിലിടുകയാണെന്നുണ്ടെങ്കിൽ, ഗണപതി ഭഗവാന്റെ തിരുനടയിൽ കൊണ്ടുപോയി കാണിക്കയായിട്ട് എല്ലാ മാസവും ആ പൈസ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചിലപ്പോൾ ഈ ശമ്പളം വന്നു കഴിഞ്ഞാൽ അന്നേരം അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. അന്നേരം എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട്, ശമ്പളം വന്ന ഉടനെ തന്നെ ഒരു 10 രൂപ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഭദ്രമായിട്ട് വെച്ചേക്കുക. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ടാൽ മതി. പക്ഷേ ആദ്യം എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് വീട്ടിൽ ഉപയോഗിച്ചിട്ട് വേണം മറ്റുള്ളവരാര് വന്ന് ചോദിച്ചാലും പൈസ കൊടുക്കാനെന്ന് പറയുന്നത്. അതല്ല, ശമ്പളം വന്ന ഉടനെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്, മഹാലക്ഷ്മി കൃപയാണ് ധനം വരിക എന്ന് പറയുന്നത്. അതിനെ മതിക്കാതെ വന്ന പാടെ തന്നെ വേറൊരാൾ വന്ന് ചോദിച്ചു അല്ലെ കൊടുക്കേണ്ടതുണ്ട് എന്ന് കരുതി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച തരില്ല, ദോഷമായിരിക്കും ഫലം എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു കാര്യം. അടുത്തതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മഞ്ഞളാണ്. നമ്മളെല്ലാവരും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു നിത്യോപയോഗ സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ മഞ്ഞൾ മഹാലക്ഷ്മിയാണ്. ഒരിക്കലും മറ്റൊരാൾ നമ്മളുടെ അടുത്ത് മഞ്ഞൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മഞ്ഞൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുക. നമ്മളുടെ വീട്ടിലെ മഹാലക്ഷ്മി പടിയിറങ്ങി പോകുന്നതിന് തുല്യമാണ് മഞ്ഞൾ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുന്നത്, മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കടയിൽ പോയി അവർക്ക് വാങ്ങിക്കൊടുത്തോളൂ, പക്ഷേ ദാനമായിട്ട് യാതൊരു കാരണവശാലും മഞ്ഞൾ കൈമാറരുത്. മഞ്ഞൾ ഒരു അടുക്കളയിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്, അനർത്ഥം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുറമാണ്. ഒരു കാരണവശാലും മുറം കൈമാറരുത് കേട്ടോ. ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന തെറ്റാണ്. ചിലപ്പോൾ ഈ മുറമൊക്കെ കൈമാറി ഇങ്ങനെ ഉപയോഗിക്കും. അത് വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ്. മുറം കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ദാരിദ്ര്യവും കടവും വന്നു കയറുമെന്നാണ് പറയുന്നത്. ഈ കൊടുക്കുന്ന വീട്ടിലേക്ക് മുറം എന്ന് പറയുന്നത് ഒരു വീടായാൽ ആ വീടിന് വേണ്ട സാധനമാണ്. ആ മുറം ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങി വയ്ക്കുക. യാതൊരു കാരണവശാലും മുറം കൈമാറി ഉപയോഗിക്കുന്നത് ചെയ്യാതിരിക്കുക. ഒരു വീട്ടിൽ ഇപ്പോൾ ബന്ധു വീടുകളൊക്കെ അടുത്തടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വീട്ടിലെ മുറം കാണത്തുള്ളൂ, എല്ലാം എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് ദോഷമാണ് വരുത്തുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കത്തി, കഠാര, ഇരുമ്പ് ഉപകരണങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും കൈമാറ്റം ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ആര് വന്ന് ചോദിച്ചാലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ആര് വന്ന് കത്തി, കഠാര അതുപോലുള്ള ഇരുമ്പ് സാധനങ്ങൾ വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. അത് കൊടുക്കുന്നത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ദുഃഖ ദുരിതങ്ങൾ വന്ന് നിറയുന്നതുമായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. ത്രിസന്ധ്യ കഴിഞ്ഞ് നിലവിളക്ക് വെക്കുന്ന സമയം കഴിഞ്ഞല്ലേ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആര് വന്ന് ഇരുമ്പ് ഉപകരണങ്ങൾ അല്ലെ ഇരുമ്പ് വസ്തുക്കൾ, കത്തി, കഠാര ചോദിച്ചാലും ഇനി കൊടുക്കരുത്. ആ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം ഞാൻ 7 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കാര്യങ്ങളുണ്ടാവും.
ഇനി അങ്ങോട്ട് ഇത് ശ്രദ്ധിക്കുക. അറിഞ്ഞിരുന്ന് നമ്മൾ ദോഷം വിളിച്ചു വരുത്തരുത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.